Hello, welcome back to my channel.
അതിന് ഒരു ഡബിൾ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിന് നല്ലതായിട്ടൊരു മസാജ് കൊടുക്കണം. എന്താ ഇരുന്നിടത്ത് തന്നെ ചെയ്യുക, വേറൊരു സാധനം എടുക്കാൻ വേണ്ടി എണീക്കൊന്നും വേണ്ട. അങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതൊക്കെ നമുക്ക് ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ ഫേസ് പാക്ക് അതുപോലെ തന്നെ ഫേസ് സ്ക്രബൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ആഴ്ചയിലൊരു 3 തവണ 2 തവണ അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഡെയിലി ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ പഴത്തൊലി കൊണ്ട് തന്നെ വേറെ ഒരു ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഈ തൈര് ഉണ്ടാവില്ലേ, തൈര്, ആ തൈര് ലേശം എടുക്കുക. എന്നിട്ട് ഈ പഴം ഉണ്ടാവുമല്ലോ, ഈ പഴട്ടോ, പഴത്തൊലി അല്ല ഞാൻ പറഞ്ഞ പഴം ഉണ്ടാവില്ലേ, ഈ പഴത്തിന്റെ ലേശം എടുത്ത് നമ്മുടെ ഫേസിലേക്ക് എത്രയാണോ വേണ്ടത്, ഇപ്പൊ നിങ്ങൾ ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിൽ കണക്കാക്കിയിട്ട് നിങ്ങൾ പഴം എടുക്കുക. എന്നിട്ട് കുറച്ച് തൈര് എടുക്കുക. അത് നന്നായിട്ട് കുഴമ്പിടുന്നില്ല. ഈ ഒരു തൈരും അതുപോലെ തന്നെ പഴവുമാണ്. അപ്പൊ അതും നമുക്ക് സ്കിന്നിൽ നന്നായിട്ട് ആ ഒരു ഫേസ് പാക്കിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ലേശം തൈര് എടുക്കാം. ആ തൈരിലേക്ക് ലേശം ഹണി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് ലേശം പഴം എടുക്കുന്നത് നന്നായിട്ടൊരു പേഴ്സിൽ കുഴമ്പ് രൂപത്തിൽ ആക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ തേക്കണമെങ്കിൽ തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഫേസ് പാക്ക് ആക്കി മാറ്റാം. നമുക്ക് അതിലേക്ക് ലേശം ഒരു ടൊമാറ്റോന്റെ നീര്, തക്കാളി നീര്, ഇപ്പൊ തക്കാളി നീര് ഇല്ലാന്നുണ്ടെങ്കിൽ ലേശം നാരങ്ങ നീരൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഓയിൽ സ്കിന്നുള്ള ആളുകൾ കൂടുതലായിട്ടും ഈ നാരങ്ങ നീര് അല്ലെങ്കിൽ ഈ തക്കാളി നീര് ഏതെങ്കിലും ഒന്ന് ഇട്ടോ, രണ്ടും കൂടെ ആഡ് ചെയ്യരുത്. ഒന്ന് ഈ തക്കാളി നീര് കിട്ടിയില്ലെങ്കിൽ നാരങ്ങ നീര് എടുക്കുക, നാരങ്ങ നീര് കിട്ടിയില്ലെങ്കിൽ തക്കാളി നീര് എടുക്കുക. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അഥവാ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ പിടിക്കുക. ഇനി ഡ്രൈ സ്കിൻ ഇട്ട് നോർമൽ അങ്ങനത്തെ ഒരു അല്ല, ഇനി ഓയിൽ സ്കിൻ അല്ല, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല, അവരും ഇതുപോലെ തന്നെ ഈ കടലപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യട്ടെ. അപ്പൊ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതാണ്. ഒരു ഫേസ് പാക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലേതെങ്കിലും ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് കൂടെ നിങ്ങൾക്ക് കാണിത്തരാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പഴത്തിന്റെ തൊലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങാനുള്ള ടൈം നിങ്ങൾ കൊടുക്കണം. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം, കാരണം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. ഈ പഴത്തൊലി നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഡെയിലി തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. കാരണം സ്കിന്നിന് വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എപ്പോഴും പഴത്തൊലി കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡെയിലി റൊട്ടീൻസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോഴെങ്കിലും നിങ്ങളുടെ പഴത്തൊലി നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് നല്ലതാണ്. ഇന്ന് ഭയങ്കര ബ്രൈറ്റ് ചെയ്ത് എപ്പോഴും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.